നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാറ്റിക് അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഇവിടെ വന്നിട്ടുള്ളത് ഡബിൾ കാർഡാണ്. ഈ ഒരു എനർജി കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നാണ് കാണിക്കുന്നത്. അവര് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഇടുന്ന, അല്ലെങ്കിൽ ഈ റിലേഷനിൽ നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കുന്ന ഒരു പേഴ്സൺ അല്ല. അവർക്ക് അവരുടെ ഇമോഷൻസിനാണ് ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ അവരുടെ സെൽഫിഷ് ആയിട്ടുള്ള അവരുടെ തീരുമാനങ്ങളാണ് അവര് ഈ റിലേഷൻ നടപ്പിലാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷൻസോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന പെയിന്, അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട്, ഇതൊന്നും കൊടുക്കാതെ സെൽഫിഷ് ആയിട്ട് മാത്രം റിലേഷനെ കാണുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്തുകൊണ്ടുള്ള ഒരു റിലേഷനിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ പേഴ്സൺ അങ്ങനെ ഒരുപാട് സെൽഫിഷ് ആണ്, ഒരുപാട് കൺട്രോളിങ് ആണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അതുപോലെ 7 ഓഫ് കപ്സ് എനർജി കാണിക്കുന്നുണ്ട്. അതിന്റെ ബാക്കിൽ വേറൊന്നും പേജ് ഓഫ് പെലിക്കിൾസും ആണ്. 7 ഓഫ് കപ്സ് എനർജി കാണിക്കുന്നത് ഒരു എന്ത് ചൂസ് ചെയ്യണം എന്നറിയാതെ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇവരുടെ ലൈഫിൽ ഒരുപാട് അവർക്ക് പ്രയോറിറ്റി ഉള്ള കാര്യങ്ങളുണ്ട്. അതായത് അവര് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരെ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അവരുടെ ലൈഫിൽ ഒരുപാട് ചോയ്സസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രാധാന്യം മാത്രം തരുന്നു എന്നുള്ളതാണ്. അവരുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ അവര് നിങ്ങൾക്ക് തരുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അവരുടെ ലൈഫിലെ മറ്റ് ചോയ്സസിൽ ആണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം തരുന്നു എന്നുള്ള രീതിയിൽ അവർ ചൂസ് ചെയ്യുന്നത് നിങ്ങളെ അങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ അതിലൊക്കെ ഒരു ഇമോഷണൽ ബോണ്ടിങ്ങിൽ നിങ്ങൾ അപ്പോഴും അവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഈ പേഴ്സണോട് ഭയങ്കരമായിട്ടുണ്ടെന്ന് കാണിക്കുന്നത്. അവരങ്ങനെയൊക്കെ നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടും നിങ്ങൾ ആ റിലേഷനിൽ നിൽക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ പേജ് ഓഫ് പെന്റിക്കിൾസ് എനർജി കാണിക്കുന്നത് ഇവിടെ ഈ ഒരു പേഴ്സൺ ഈ റിലേഷൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു പേഴ്സൺ ആണ് എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻ നഷ്ടപ്പെടുത്തില്ല. കാരണം ഇങ്ങനെ ഇത്രയും അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന, ഇമോഷണലി അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ അവർക്ക് കിട്ടില്ല. കാരണം അതുകൊണ്ട് തന്നെ അവര് മറ്റ് ചോയ്സസ്, ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. ഇവിടെ 7 ഓഫ് കപ്സ് അങ്ങനെയും കാണിക്കാം. ചോയ്സസ് എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിൽ മറ്റ് റിലേഷൻസും ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുള്ള ഒരു പേഴ്സണെ വീണ്ടും നിങ്ങൾ ചൂസ് ചെയ്യുന്നു, നിങ്ങൾ ആ റിലേഷനിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പേഴ്സൺ ഒരിക്കലും അവർക്ക് ഇനി അവരുടെ ലൈഫിൽ കിട്ടില്ല. അതുകൊണ്ട് അവരൊരിക്കലും നിങ്ങളെ വിട്ടുകളയില്ല. ഓക്കെ, നിങ്ങളെ ഈ റിലേഷനിൽ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് എന്നിടയ്ക്ക് പറഞ്ഞ് നിങ്ങളെ വിട്ട് കളയാതെ ഈ റിലേഷനിൽ നിങ്ങൾ ഇങ്ങനെ നിർത്തും. അവർ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കും. അവരൊരിക്കലും ഇത് വിട്ട് കളയാൻ തയ്യാറല്ല എന്നാണ് കാണിക്കുന്നത്. ദ ടവർ മൊമെന്റ് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പൊ നിങ്ങൾ തമ്മിലൊരു ഭയങ്കര ഇഷ്യൂ നടന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് അത്രയും നിങ്ങൾക്ക് ടോർച്ചറിങ് സഹിക്കാൻ വയ്യാതെ ഒരു വലിയ ഇഷ്യൂ വന്നിട്ട് നിങ്ങൾ തമ്മിലൊരു പ്രശ്നം നടന്നിട്ട് മാറി നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രശ്നം നടന്നു, ഇനിയിപ്പോ ഇവര് തമ്മിലുള്ള റിലേഷൻ എൻഡായി പോയി എന്ന് നിങ്ങൾ കരുതണ്ട. അവർ വീണ്ടും വരും. കാരണം അവർക്ക് ഇതൊരു സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഒരു കാർമിക് ആയിട്ടുള്ള റിലേഷൻ ആണ്. നിങ്ങൾക്ക് ആ റിലേഷനിൽ നിൽക്കാൻ തോന്നും, നിൽക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും, അതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല. ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ടാവും ഈ ഒരു കണക്ഷനിൽ. ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഫിനാൻഷ്യലി ഒക്കെ നിങ്ങൾ സ്റ്റേബിൾ ആയിരിക്കാം, നിങ്ങൾ അത്യാവശ്യം നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും
ഇമോഷണലി നിങ്ങൾ വീക്കാണ്. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇല്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ അത്രയും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഈ പേഴ്സണോട് നിൽക്കുന്നുണ്ട്. നിങ്ങളെ എത്രമാത്രം വേണ്ട, അല്ലെങ്കിൽ നിങ്ങളെ എത്രമാത്രം റെസ്പെക്റ്റ് ഇല്ലാതെ ബിഹേവ് ചെയ്യുക, നിങ്ങളെ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കൊണ്ടുപോവുക, ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ ഇതിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ക്യൂനോ കപ്സ് എനർജിയാണ്. നിങ്ങളുടെ എനർജി അങ്ങനെയാണ്. നിങ്ങൾ ഇമോഷണലി വീക്കാണ്, ഇമോഷണലി അത്രയും അഡിക്റ്റഡ് ആണ് ഈ ഒരു റിലേഷനിൽ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഏത് റിജക്ഷൻ ഉണ്ടായാലും, ഏത് രീതിയിൽ അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്താലും ഒക്കെ നിങ്ങൾ അതിൽ നിൽക്കാൻ തയ്യാറാവും. അത് നിങ്ങളുടെ ആ ഒരു ടെൻഡൻസി കാരണമാണ്, ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൊണ്ടാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാണൻ എടുക്കുന്ന പോലെയുള്ള ഒരു പെയിൻ ആയിരിക്കും ഉണ്ടാവുക. കാരണം അങ്ങനെ നെഗറ്റീവായി ഇപ്പം നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും നിരന്തരം നിങ്ങളെ വഴക്ക് പറയുന്നുണ്ടായിരിക്കും, തെറി വിളിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾ അബ്യൂസീവായിട്ട് ഈ പേഴ്സൺ ചെയ്താലും ആ റിലേഷൻ വിടാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളതാണ് ഈ കാർമിക് ആയിട്ടുള്ള റിലേഷന്റെ പ്രശ്നം. കാരണം അവിടെ നിന്ന് അങ്ങനെ ഒരു സ്നേഹം, നിങ്ങൾക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾ ആ ഒരു കർമ്മം അനുഭവിക്കുള്ളൂ. നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നമ്മൾ ആരോടെങ്കിലും ചെയ്തിട്ടുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കർമ്മയുടെ ബാക്കിയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നിന്ന് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ അത്രയും നമ്മൾ സ്നേഹിക്കുന്ന ഒരാളിൽ നിന്ന് അങ്ങനെ അനുഭവിക്കുള്ളൂ നമ്മൾ. അല്ലാതെ ഇപ്പോൾ വഴിയെ പോകുന്ന നമ്മളൊരു ഫ്രണ്ടാണ്, പെട്ടെന്നൊരു കണ്ടൊരു ഫ്രണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൽ ആരെങ്കിലും ആണെങ്കിലും നമ്മളത് അനുഭവിക്കാൻ തയ്യാറാവില്ല. നിങ്ങൾ അതിൽ നിന്ന് പെട്ടെന്ന് പുറത്തു കിടക്കും. പക്ഷെ ഇങ്ങനെ ഒരു കണക്ഷൻ വരുമ്പോൾ, ഇത്രയും ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു റിലേഷൻ വരുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾ അത് അനുഭവിക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ ഒരു റിലേഷനാണ് ഇത് എന്നാണ് കാണിക്കുന്നത്. ടെൻ ഓഫ് കപ്സ് എനർജിയാണ്. ഒരു സത്യം പറഞ്ഞാൽ അവരുടെ ഫാമിലിയിലുള്ള ആളുകളെക്കാൾ കൂടുതൽ അവര് സമയം സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുമായിട്ടായിരിക്കും. അല്ലെങ്കിൽ ഫാമിലിയെ പോലെ തന്നെ, അല്ലെങ്കിൽ ഫാമിലിയേക്കാൾ കൂടുതൽ ഒരു ഇമോഷണൽ ബോണ്ടിങ് അവരുമായിട്ടുള്ള റിലേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത്രയും അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാവും. നിങ്ങൾ വിട്ടുപോകുമെന്ന് പേടിക്കുന്ന സമയത്തൊക്കെ അവർ നിങ്ങളെ ചേർത്ത് പിടിക്കും. നിങ്ങളെ വിടാൻ അവർ തയ്യാറാവില്ല. കാരണം അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല, നിങ്ങളില്ലാതെ നിലനിൽപ്പില്ല. അപ്പോൾ നിങ്ങൾ അഥവാ ഈ റിലേഷനിൽ നിന്ന് ഒരു ഡിറ്റാച്ച്മെന്റിലോട്ടോ, അല്ലെങ്കിൽ കുറച്ച് സമയം ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായി മാറി നിൽക്കുകയാണെങ്കിലും ആദ്യം അവർ ഓടി വരും. അവർക്ക് ഈ റിലേഷനിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങളെ വഴക്ക് പറയാനാണെങ്കിൽ പോലും അവർ ഈ റിലേഷനിലോട്ട് തിരികെ വരുമെന്നാണ് കാണിക്കുന്നത്. ത്രീ ഓഫ് സോർഡ്സ് എനർജിയാണ്. ഈ റിലേഷനിൽ മുന്നോട്ട് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഡിസിഷനാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടത്. ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം, നിങ്ങളുടെ മനസ്സിന് പവർ കൂട്ടണം. എങ്കിൽ മാത്രമേ ഈ റിലേഷനിൽ നിങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾക്കൊരു മെന്റൽ സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഈ പേഴ്സന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അവരുടെ ഭാഗത്തുനിന്ന് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് കിട്ടുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങളൊരു സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ മൈൻഡ് പവർ ഹയർ ആയാൽ മാത്രമേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഈ റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻ വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. ഞാൻ മെസ്സേജ് കാർഡ് നോക്കട്ടെ. ഡിറ്റാച്ച്മെന്റ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ റിലേഷനിൽ സഹിച്ചും അടുത്തൊരു മെഡിറ്റേഷൻ, സ്പിരിച്വൽ കാര്യങ്ങളിലോട്ടൊക്കെ നിങ്ങൾ കടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഡിറ്റാച്ച്മെന്റ് മൈൻഡ് സെറ്റ് എനിക്ക് വേണം എന്നുള്ള രീതിയിൽ നിങ്ങളൊരു മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. റണ്ണർ എന്നാണ് കാണിക്കുന്നത്. നിങ്ങളൊരു റണ്ണർ എനർജിയിലോട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിന്ന് ഈ ഡിറ്റാച്ച്മെന്റിലോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ അതിൽ നിന്ന് അകൽച്ച കാണിക്കും. ചിലർക്ക് കേട്ടോ, എല്ലാവരും ഉണ്ടാവില്ല. ചിലർക്ക് ഈ ഒരു കർമ്മ എൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർ റണ്ണർ എനർജിയിലോട്ട് മാറിയിട്ടുണ്ടാവും. അവർക്ക് ഈ റിലേഷൻ വേണ്ട, എനിക്കിനി സഹിച്ചു മടുത്തു എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കമ്മിറ്റ്മെന്റ് എന്ന് കാണിക്കുന്നുണ്ട്. ചിലർക്ക് ഈ റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെന്റിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലോട്ടൊക്കെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും മാത്രം ഈ റിലേഷൻ നിങ്ങൾ കമ്മിറ്റ്മെന്റിലോട്ട് കൊണ്ടുപോവുക.
ലൈഫ് ലോങ് നിങ്ങൾ ഇത് അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ആ ഒരു ഡിസിഷൻ എടുക്കുക കേട്ടോ. ഈഗോ എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈഗോയിസ്റ്റിക് ആണ്, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സെൽഫിഷ് ആണ്, ഈഗോയിസ്റ്റിക് ആണ്. അപ്പോ അവര് ഈഗോയിസ്റ്റിക് ആയിട്ട് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. പക്ഷെ എത്ര ഈഗോയിസ്റ്റിക് ആണെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ്ലി നിർത്തി എന്നുള്ള ഒരു സൂചന കിട്ടിയാൽ എന്തായാലും അവര് തിരിച്ചു വരും. ഡാമേജ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ റിലേഷൻ ഒരു ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ്ലി ഇത് ഒരു ഡാമേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിന്റെ. വെയിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളൊരു കമ്മിറ്റ്മെന്റിലോട്ട് എടുത്തു ചാടി ഈ റിലേഷനിൽ ഒരു ഡിസിഷൻ എടുക്കാതെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളൊരു ഒന്ന് ആലോചിക്കുക, ഈ റിലേഷൻ എന്ത് ചെയ്യണം, ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ട് ഈ റിലേഷനെ കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിൽ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. യു ആർ റെഡി എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ റിലേഷൻ വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒന്ന് റെഡി ആവണം. അല്ലെങ്കിൽ നിങ്ങൾ ഇതിലൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കണം. നിങ്ങൾ അതിന് പെട്ടെന്ന് ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്ത് ഇത് കമ്മിറ്റ്മെന്റിലോട്ടാണെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിലാണെങ്കിലും ഒരു തീരുമാനത്തിലോട്ട് എത്താൻ പാടില്ല എന്നുള്ളതാണ്. അബണ്ടൻസ് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു അഭിവൃദ്ധി പോലെ തന്നെ ഒരു സന്തോഷവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു സമൃദ്ധി എന്ന് പറയുന്നത് സ്നേഹം ഉണ്ടാവും ആളുടെ ഭാഗത്തു നിന്ന്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളെ ഒരു മനസമാധാനം തരുന്ന സ്നേഹം ആയിരിക്കില്ല. അവിടെ എപ്പോഴും പൊസസീവായിട്ട് ഈഗോയിസ്റ്റിക് ആയിട്ട് നിങ്ങളിങ്ങനെ കൺട്രോൾ ചെയ്ത് ട്രീറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു റിലേഷൻ ആയിരിക്കും അവിടെ. അതിന് നമുക്ക് സ്നേഹം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വെറുതെ നമുക്ക് കാണുമ്പോൾ വിചാരിക്കുക അത് സ്നേഹമാണ് എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, അത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് സ്നേഹമല്ലായിരുന്നു, അതൊരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ആയിരത്തി 1988 ഉത്രട്ടാതി, 1986, 1992, ലെറ്റർ സി, ഏപ്രിൽ, 1999, മാർച്ച്, ഡിസംബർ, 1989, രോഹിണി, ലെറ്റർ ഇ, ലെറ്റർ ഒ, ലെറ്റർ വി, രേവതി, ലെറ്റർ എൻ, 1996. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.